ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുബേര ഫാന്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലെ ആപ്ലിക്കേഷനിൽ ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരുപാട് പൈസ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇത്. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുബേര ഫാന്റസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രീം ഇലവൻ പോലെ തന്നെ ഒരു കിഡിലെ ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ സിമ്പിൾ ആയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ നോർമൽ ഡ്രീം ലെവലിൽ ഒരു കോൺടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 299 രൂപയാണ്. ആ സെയിം കോൺടെസ്റ്റ് ഇവിടെ വെറും 260 രൂപ കൊടുത്തതിന് നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഡ്രീം ലെവലിലുള്ള അതേ സെയിം കോൺടെസ്റ്റുകൾ അതേ വിന്നിങ് എമൗണ്ട് കൂടി എൻട്രി ഫീ കുറവായിട്ട് കൊടുക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഈ ഒരു കുബേര ഫാന്റസി. അത് കൂടാതെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യുവോ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ്, ഒരു 5 പ്ലേയേഴ്സിനെ തന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ്, അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്ന പ്ലേയേഴ്സ് ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറയും, ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പം നമുക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ശ്രേയസ് അയ്യറിനെ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പിക്ക് ചെയ്യാം. നമ്മൾ വിരാട് കോഹ്ലി ആയിട്ടാണ് മുന്നോട്ട് പോയെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് വേറെ 4 പേരിൽ ഒരാളെ വരും. അതായത് വേറെ ഓപ്പോണന്റ് വേറെ ഒരാളെ പിക്ക് ചെയ്തിട്ട് വരും. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമ്മുടെ ഓപ്പോണന്റ് ഇപ്പം നമ്മളെ വിരാട് കോഹ്ലിയെ പിക്ക് ചെയ്തിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലി അല്ല, നമ്മുടെ ചോയ്സ് ശരിക്കും ശ്രേയസ് അയ്യർ തന്നെ ആണെങ്കിൽ ശ്രേയസ് അയ്യറിനെ ഇവിടെ പിക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കാൻ സിമ്പിൾ ആയിട്ട് വിൻ ആവാൻ സാധിക്കും. ഈ ബാക്കിയുള്ള 3 പേരെ നോക്കുക വേണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു 4 പ്ലേയേഴ്സിൽ ആര് നന്നായി കളിക്കുന്നത് മാത്രം പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഈസി ആയിട്ട് വിൻ ആവാൻ പറ്റുന്ന ഒരു കിഡിലെ ഫീച്ചറാണ് ഈ ഡ്യുവോ എന്ന് പറയുന്നത്. ഇതിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ ഡ്യുവോ പ്രോ എന്നുണ്ട്. അത് തൊട്ടപ്പുറത്തെ നോർമൽ ഡ്യുവോ ഇങ്ങനെ 2 നമുക്ക് സ്വൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രോ വെർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കിഡിലെ സംഭവമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലനാണ്. ഞാൻ സംഭവം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു, ഓക്കെ, ഇത് അതായത് ആ ഒരു ഓപ്ഷൻ എടുത്തു. ആ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് കോൺടെസ്റ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ 5 പേരുള്ള 5 സ്പോട്ടുള്ളത് 6 സ്പോട്ടുള്ളത് എങ്ങനെ വേണമെങ്കിൽ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ടീമിൽ, അതായത് നമ്മുടെ ബാംഗ്ലൂരു ടീമിൽ 5 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഈ 5 പ്ലേയേഴ്സ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ്? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഡുപ്ലിസി ആയിരിക്കും ഇന്നത്തെ മത്സരം നന്നായി കളിക്കണമെന്ന് വെച്ചാൽ ഡുപ്ലിസി എടുത്തു, ഓക്കെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇപ്പം നമ്മുടെ റസൽ ഉണ്ട്, നരേൻ ഉണ്ട്, മാക്സ്വൽ ഉണ്ട്, സിരാജ് ഉണ്ട്, ക്യാമറോൺ ഗ്രീൻ ഉണ്ട്. അതും ബാംഗ്ലൂരു ആണ്. കുറച്ച് ബാംഗ്ലൂരിലത്തെ പ്ലെയർ ഉണ്ട്, കുറച്ച് കൊൽക്കത്തയിലത്തെ പ്ലെയർ ഉണ്ട്. അത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഒരു 2 സെറ്റായിട്ട് മാത്രം തന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്യുവൽ അഡ്വാൻറ്റേജ് നോക്കിയിട്ട് നമ്മുടെ കൊൽക്കത്തയിലത്തെ സുനിൽ നാരായണനും എടുത്തു, ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഡുപ്ലിസിയും സുനിൽ നാരായണനും എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും അതുപോലെ തന്നെ ബാക്കി 4 കോമ്പിനേഷനുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും കോൺടെസ്റ്റ് ജോയിൻ ആയത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും. വിരാട് കോഹ്ലിയും ഗ്ലെൻ മാക്സ്വെലും, ഫാഫ് ഡുപ്ലിസിയും ആൻഡ്രെ റസലുമാണ്. അപ്പോൾ ബാക്കി നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവർ പിക്ക് ചെയ്തല്ലാത്ത രീതിക്ക് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വിരാട് കോഹ്ലിയും ആൻഡ്രെ റസലും പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ നോക്കി, നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. റസലിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റസലിനെ മുന്നേ പിക്ക് ചെയ്യാത്ത ആരെങ്കിലും മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ട് ഒരു പ്രശ്നം. അപ്പോൾ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 ആളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ ശ്രേയസും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഗ്ലെൻ മാക്സ്വെലും എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു പെയർ അല്ലാത്ത വേറെ പെയേഴ്സ് വരും. എന്നിട്ട് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു പ്ലെയർ കളിച്ചില്ലെങ്കിൽ മറ്റേ പ്ലെയർ കളിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഡ്യുവോനെക്കാട്ടിലും സൂപ്പർ ബെറ്റർ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആണ്. ഈസി ടു വിൻ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു വിൻ ആണ്. അപ്പോൾ അതൊരു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വിരാട് കോഹ്ലിയും അപ്പുറത്തും നമ്മുടെ സിരാജിനെ എടുത്തു. ഇപ്പോൾ വിരാട് കോഹ്ലി കളിക്കുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, ലൈനിൽ പോകുന്നതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിരാട് കോഹ്ലിയെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഉള്ള ആ ഒരു നമുക്ക് ഉള്ള ഓപ്ഷനെ പക്ഷേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 4 പേര് പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഉള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ആ പൈസ റീഫണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ വരും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമ്മുടെ പൈസ പോകത്തുമില്ല. നമ്മളിപ്പോൾ ഡ്രീം ഇലവനാണെങ്കിൽ അല്ലാതെ ടീം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ഇലവനിലൊക്കെ ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സെയിം സംഭവമാണ് ഇവിടെ നമ്മുടെ കുബേര ഫാന്റസിയിൽ ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കുബേര ഫാന്റസി വന്നൊരു കിഡിലൻ ഫ്യൂച്ചർ ആണ്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക. നമ്മുടെ കുബേര ഫാന്റസി ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്ത വീഡിയോമായി കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.